ഹലോ വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ ദേ ഞങ്ങളിന്ന് നല്ല നട്ടപ്പാതിരയ്ക്ക് ഞാനും എൻ്റെ മൂത്ത മോളും കൂടി ഒരു ഓഫർ സെൽ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ അങ്കമാലി മെട്രോയിൽ അവർ 40 വർഷം പ്രമാണിച്ച് അവർ ഒരു മിഡ് നൈറ്റ് സെയിൽ നടത്തുന്നുണ്ടായിരുന്നു, ഒരു 3 hours. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി എങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ മോളും കൂടി വരികയാണ്. അപ്പോൾ ഏകദേശം 12 മണിയാകാറായി. അപ്പോഴത്തേക്കും നമ്മൾ ബൈക്കൊക്കെ നമ്മളിവിടെ സൈഡിൽ വെച്ചിട്ടുണ്ടോ, ഞങ്ങളിത് ഹൈവേയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ നട്ടപ്പാതിരയ്ക്ക് നമ്മൾക്ക് ഹൈവേയിലൂടെ നടക്കാനുള്ളൊരു അവസരം കൂടിയായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മൂത്ത മോളും വന്നിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ ഏകദേശം ജോയി ആലുക്കാസിൻ്റെയൊക്കെ ആ സൈഡിലേക്ക് വന്നിട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബാക്കിലേക്കാണ് ഏകദേശം മെട്രോയുടെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണേണ്ടത്. ഞങ്ങൾ ഇത്രയും ആൾക്കാരുണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗ്യാങ്ങായിട്ട് കൂടി നിൽക്കുമായിരുന്നില്ല. ഏകദേശം 12:03 ഞങ്ങൾ അവിടെ ലാൻഡ് ചെയ്തതാണ്. ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്യാങ് മൊത്തം അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങളാണ് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ എത്തിയത്. ആ ഗ്യാങ് വളരെ പതുക്കെ അങ്ങോട്ട് അകത്തേക്ക് കയറാൻ പറ്റുന്നുള്ളൂ കേട്ടോ, കാരണം അത്രയ്ക്ക് ജനങ്ങളുണ്ടായിരുന്നു. കുറേ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളെയൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ കുഞ്ഞുങ്ങളെ വരെയൊക്കെ, ഈ 6 മാസം 7 മാസമുള്ള കുഞ്ഞുങ്ങളെ വരെയുണ്ട്. കണ്ടല്ലോ, ഇത് കണ്ട, ഇതിൻ്റെ അകത്ത് ഇത് ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഏകദേശം ഞങ്ങൾ ക്യൂവിൽ നിൽക്കുകയാണ്. അതായത് ഫസ്റ്റ് ഫ്ലോറിൽ ക്യൂവിൽ നിൽക്കുകയാണ്. അതായത് ലാസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വേറൊരു ക്യൂവും കൂടി ഉണ്ട്. പക്ഷേ അതിലേക്ക് ആളുകളെ കുറച്ച് പേരെ മാത്രമേ അവർ കയറ്റി വിടുന്നുണ്ടാവുള്ളൂ, കുറച്ച് പേരെ, കാരണം ബില്ലിംഗ് സെക്ഷനിൽ അത്രയും തിരക്കായിട്ട്. അപ്പം നമ്മുടെ നാട്ടിലൊരു മിഡ് നൈറ്റ് സെയിൽ നടത്തി കഴിഞ്ഞാൽ വരാൻ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ളത് ഇതിനകം ഞാൻ കണ്ടു. അപ്പോൾ കണ്ടല്ലോ, ഏകദേശം ഞങ്ങൾ അവിടെ ഒരുപാട് നേരം ക്യൂ നിന്നിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ ഞങ്ങൾ ക്യൂ നിന്ന്. ഇതിന് ശേഷമാണ് ഞങ്ങൾക്ക് ബില്ല് പേ ചെയ്യാൻ പറ്റുക. ഞങ്ങൾ ഒരുപാട് സാധനങ്ങളൊന്നും എടുത്തില്ല, വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഏകദേശം ഏതൊരു സാധനം എടുത്താലും നമ്മുടെ ബില്ലിൻ്റെ ടോട്ടൽ എമൗണ്ടിൻ്റെ 50% നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതേ ഞങ്ങളത് കഴിഞ്ഞിട്ട് ഇത് ബാക്ക് സൈഡിൽ കൂടി വരുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ കൊച്ചിൻ്റെ കവറിലുള്ള സാധനങ്ങളാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളുടെ സാധനങ്ങളൊക്കെ നമുക്ക് പകുതി വിലയാണല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളങ്ങനെ എടുത്തായിരുന്നു. അപ്പോൾ ഞാനൊരു ഹാഫ് സാരിയുടെ സെക്ഷനും ഞാനൊരു സാരിയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സാരി ഞാനൊരു സോഫ്റ്റ് ഓർഗൻസ സാരിയാണ് എടുത്തിരുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതാണ്. അതൊക്കെ പിന്നെ ഏകദേശം എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ നമുക്ക് തിരക്കുകളുള്ളതുകൊണ്ട് നമുക്ക് അധികം നേരം നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ കണ്ടല്ലോ, കടകളൊക്കെ ക്ലോസ് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു ഏരിയ മാത്രമാണ് മെട്രോയിലേക്കുള്ള എൻട്രൻസ് ഉള്ളത്. പക്ഷേ ഇതിൻ്റെ മുകളിലുള്ളതൊക്കെ കാണുന്നത് മെട്രോ തന്നെയാണ്. പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 4:30 ആയിരുന്നു കേട്ടോ.